ഒരു മുസ്ലിം സഹോദരിയുടെ ചോദ്യത്തിന്, ഇസ്ലാമിലെ ദത്തവകാശ നിയമത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ന്യായീകരണ കരണം മറിച്ചിലുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആമുഖമായിട്ട് പറയാം, ഇസ്ലാമിൽ മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരം അവരുടെ നബി, ആ നബി ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും, സാമൂഹികവും വ്യക്തിപരവുമായിട്ടുള്ള ഇസ്ലാമിന്റെ മാതൃകകളെ, ലോകത്തിലേക്ക് ഏറ്റവും മികച്ച മാതൃകകളെ ഏറ്റവും മികച്ച രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ്. അപ്പൊ ഇസ്ലാമിലെ ഏതൊരു നിയമവും പ്രവാചകന്റെ തിരുസുന്നത്തായിട്ട്, അല്ലെങ്കിൽ പ്രവാചകന്റെ ചര്യയായിട്ട്, പ്രവാചകന്റെ വാക്കാലോ പ്രവൃത്തിയാലോ മൗനാനുവാദത്താലോ ആധികാരികമായി സ്ഥാപിക്കപ്പെട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ, സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒട്ടുമിക്കതും മുഹമ്മദിന്റെ ജീവിതത്തിൽ തന്നെയുള്ള ചില കാര്യങ്ങളെ ഉദാഹരിച്ചുകൊണ്ടൊക്കെയാണ് ഇസ്ലാമിലെ നിയമങ്ങൾ ഉണ്ടായി വരിക. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി ഒരുപാട് പ്രയാസങ്ങൾ ആ കാര്യത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതായത് പലതരത്തിൽ മുഹമ്മദ് നബി ത്യാഗം സഹിച്ചിട്ടാണ് ഓരോ പുതിയ നിയമങ്ങൾ മാനവികതയ്ക്ക് വേണ്ടി മുന്നിലോട്ട് തന്നിട്ടുള്ളത്. ആ തരത്തിൽ മുഹമ്മദ് നബി സ്വന്തം അഭിമാനം വരെ പണയം വെച്ച് ലോകത്തിനാകെ മാതൃക കാണിച്ച ഒരു കാര്യമാണ് ഇസ്ലാമിലെ ദത്തവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്റെ, ഒരു അധ്യാപനത്തിന്റെ പശ്ചാത്തലം. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം. ആദ്യം അക്ബർ സാഹിബിനോട് ചോദിക്കപ്പെട്ട ചോദ്യവും ആ ചോദ്യത്തിന് അക്ബർ സാഹിബിന്റെ ന്യായീകരണ കാരണങ്ങളും, അത് കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇസ്ലാമിൽ ദത്ത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ദത്തവകാശം അല്ലെങ്കിൽ ദത്ത് സമ്പ്രദായം എന്ന് പറയപ്പെടുന്ന ആ ഒരു രീതിയെ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതിന് പകരം അനാഥകളെ സംരക്ഷിക്കുന്നതിൽ വേറെ പുണ്യമുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫലമാണ് പല യതീംഖാനകളും, യതീംഖാന സംസ്കാരങ്ങളും ഒക്കെ. അത് വേറെ വിഷയമാണ്, അതിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഇസ്ലാം ദത്തവകാശം നിരോധിച്ചു? ദത്ത് സമ്പ്രദായം എന്ന് പറയുന്നത് വളരെ മാനവികമായ ഒരു മാനുഷികമായിട്ടുള്ള പരിഗണന അർഹിക്കുന്ന, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്കും, മാതാപിതാക്കളില്ലാതെ രക്ഷിതാക്കളില്ലാതെ ദുരിതം അനുഭവിക്കാൻ സാധ്യതയുള്ള കുട്ടികൾക്കും ഒരുപോലെ ഫലപ്രദമായ, ഗുണകരമായ സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമായിരിക്കെ എന്തുകൊണ്ട് ഇസ്ലാം ദത്ത് നിരോധിച്ചു എന്നതായിരുന്നു ചോദ്യം. ആദ്യം നമുക്ക് ആ ചോദ്യം ഒന്ന് കേൾക്കാം, അതിനുശേഷം അക്ബറിന്റെ മറുപടി, അതിനുശേഷം അതിന്റെ സത്യം. ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് നമ്മൾ മുസ്ലിങ്ങൾക്ക് ദത്തെടുക്കൽ അനുവദനീയമല്ലല്ലോ. സ്വാഭാവികമായിട്ടും മക്കളില്ലാത്ത ഒരു ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിന് മാതാപിതാക്കളെ ലഭിക്കും, അതുവഴി ആ ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെയും ലഭിക്കും. അപ്പോൾ അതെന്തായാലും കുഞ്ഞിനും ഈ മാതാപിതാക്കൾക്കും മാനസികമായി സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ സാർ, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: എന്തിനാണ് ഇത്രയും മാനുഷികപരമായ ദത്തെടുക്കലിനെ ശരീഅത്തിന്റെ നിയമത്തിൽ നിരോധിക്കപ്പെടുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ് സഹോദരി ചോദിച്ചിട്ടുള്ളത്. ഒരു മുസ്ലിം സഹോദരിയുടെ തന്നെ ചോദ്യമായതുകൊണ്ട് അക്ബർ സാഹിബ് അത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഉത്തരം പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിനുമുമ്പ് ചോദ്യം ചോദിച്ച സഹോദരി മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിലെ നിയമങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാനവിക മൂല്യങ്ങൾക്കോ മാനുഷികമായ പരിഗണനകൾക്കോ അതിന്റെ അടിസ്ഥാനത്തിൽ അത് സമൂഹത്തിന് പൊതുവിൽ മുന്നോട്ട് പോക്കിന് എങ്ങനെ ഗുണകരമാകും, അതൊരു മനുഷ്യനെ, സമൂഹത്തെ എങ്ങനെ ബാധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതല്ല. അതാണ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. പകരം മുഹമ്മദ് നബി ചെന്നുപെട്ട സാഹചര്യങ്ങൾ, മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ, മുഹമ്മദ് നബിയുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, മുഹമ്മദിന്റെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾ, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങളിൽ മുഹമ്മദിന്റെ അപ്പപ്പോഴത്തെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്നതിന് തരത്തിൽ ഒരു സാമൂഹ്യക്രമം, ഒരു നിയമമായി, ഖുർആൻ വചനമായി അവതരിച്ച് 10-23 കൊല്ലം സഞ്ചരിച്ചു പോവുക, ഇതാണ് മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളത്. അതേ പ്രശ്നം തന്നെയാണ് ദത്തിന്റെ പ്രശ്നത്തിലുള്ളത്. ഇപ്പം ആ ചോദ്യം ചോദിച്ച സഹോദരി മനസ്സിലാക്കുന്നത് പോലെ ദത്ത് സമ്പ്രദായം എന്ന് പറയുന്നത് വളരെ ഗുണകരമായ, സാമൂഹികമായി ഏറ്റവും മികച്ച ഒരു രീതികളിൽ ഒന്നാണ് എന്ന് ഉറപ്പിച്ച് പറയാം. അത് ഈ പറഞ്ഞതുപോലെ മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർക്കും അനാഥത്വം പേറുന്ന ബാല്യത്തിനും ഒക്കെ ഒരുപോലെ ഗുണകരമാകുന്ന അങ്ങേയറ്റത്തെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനമാണ്. അതിനെന്തുകൊണ്ട് മാനവിക ദർശനം എന്ന് സ്വയം മേനി നടിക്കുന്ന ഇസ്ലാം നിരോധിച്ചു എന്ന സംശയം സഹോദരിക്ക് എത്രയായിട്ടും മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇസ്ലാമിലെ നിയമങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതല്ലാതെ ഏറ്റവും മാനവികമായ, ഏറ്റവും മഹത്തരമായ സാമൂഹ്യ നിയമങ്ങൾ കെട്ടിപ്പടുക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂലങ്കഷമായി ആലോചിച്ചോ, അല്ലെങ്കിൽ പടച്ചോന് നേരത്തെ മുൻകൂട്ടി അറിയാവുന്ന തരത്തിൽ ഏറ്റവും മികച്ചത്, ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിച്ചതോ അല്ല. ഇനി നമുക്ക് അക്ബർ സാഹിബിന്റെ ഉത്തരത്തിലേക്ക് പോവാം. ദത്തെടുക്കാൻ ഇസ്ലാമിൽ അവകാശമല്ല. അതുകൊണ്ട് മാനുഷികമായ കുട്ടികളില്ലാത്ത മാതാപിതാക്കൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാം പ്രയാസകരമല്ലാത്ത ഒരു നിയമം എന്തിനാണ് ഇസ്ലാം നിരോധിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചുള്ളത്, അക്ബർ സാഹിബിന്റെ ഈ വാക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള സമയമെടുക്കൽ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പല ആളുകൾക്കും വരുന്നൊരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ
എനിക്ക് അക്ബർ സാഹിബിന്റെ പല വീഡിയോകളും പ്രത്യേകിച്ച് ചോദ്യത്തിന് ഉത്തരം പറയുന്ന കാര്യങ്ങളൊക്കെ കാണുന്നതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്, ചോദ്യത്തെ കൃത്യമായിട്ടൊന്ന് വളച്ചൊടിക്കുകയും ആ ചോദ്യത്തെ വളച്ചൊടിക്കുന്നതിലൂടെ ഉത്തരത്തിന്റെ ധ്വനി തന്നെ, അല്ലെങ്കിൽ ഇദ്ദേഹം പറയാൻ പോകുന്ന ഉത്തരത്തിനനുസരിച്ച് ചോദ്യത്തെ പരുവപ്പെടുത്തുക എന്നതിന്റെ ഭാഗമായിട്ടുള്ള ആലോചനകൾക്ക് വേണ്ടിയിട്ടുള്ള സമയം ക്രമപ്പെടുത്തലാണ് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ മുരടനക്കലും തൊണ്ട ശരിയാക്കലും സംസാരത്തിൽ വാക്കുകൾക്കുള്ള ക്ഷാമവും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മാതാപിതാക്കളില്ലാത്ത മക്കൾക്കും അല്ലെങ്കിൽ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്കും ഒരുപോലെ ദോഷകരമല്ലാത്ത എന്നല്ല, പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്, അത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നല്ല ആ സഹോദരി ചോദിച്ചത്. ഏറ്റവും മഹത്തരമായ മാനുഷികമായ ഒരു പ്രവൃത്തിയായിട്ടുള്ള ഈ ദത്തിനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നാണ്. അപ്പൊ ദത്ത് ഒരു മഹാസംഭവമാണ് എന്ന് നിലക്കല്ല, ദത്ത് വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു സാധനമാണ് എന്ന് പറഞ്ഞു വെക്കാനുള്ള ഒരു ശ്രമം പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം, കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം. എനിവേ, എന്തായാലും അതിനുശേഷം ഇദ്ദേഹം അതിന്റെ കാരണങ്ങൾ പറയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇസ്ലാമിൽ ദത്ത് അനുവദനീയമല്ല. അതിന്റെ കാരണങ്ങളാണ് അക്ബർ സാഹിബ് എണ്ണി 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 2 എണ്ണം പറയും. കേട്ടോളി. യഥാർത്ഥത്തിൽ എന്താണ് സത്യം? അനാഥ സംരക്ഷണത്തിന് ഇസ്ലാമിനെ പോലെ പ്രോത്സാഹനം നൽകിയ മറ്റൊരു ദർശനമില്ല. പറഞ്ഞതുപോലെ ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇതേപോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അനാഥ സംരക്ഷണത്തിന് തയ്യാറല്ലാത്തവർ മതനിഷേധികളാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അനാഥകളെ സംരക്ഷിക്കണം. അനാഥകളെ സംരക്ഷിക്കാൻ തന്നെ എന്താ? അവർക്ക് ഉള്ള ജീവിതത്തിനുള്ള മാർഗങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. അവർക്കുള്ള പ്രയാസങ്ങളിൽ താങ്ങായി നിൽക്കണം, തണലായി നിൽക്കണം. സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബി അത് പറയും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മുഹമ്മദ് ഒരു അനാഥനായി വളർന്നയാളാണ്. അപ്പൊ അനാഥനായിട്ട് ജീവിക്കുമ്പോഴുള്ള അനാഥത്തിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അനാഥയെ സംരക്ഷിക്കണം എന്ന് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് തന്നെ, മറ്റാരെങ്കിലും സംരക്ഷിച്ചാലേ ജീവിതം ഉണ്ടാവുള്ളൂ അനാഥയ്ക്ക് എന്നറിയാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഒരു സമൂഹത്തിന് നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരാൾക്ക് അത് ദൈവത്തിന്റെ വെളിപാടൊന്നും ഇല്ലാതെ തന്നെ പറയാൻ കഴിയും, സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ നിരവധി അനാഥർ രൂപപ്പെടുകയും ചെയ്തിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അനാഥകളെ സംരക്ഷിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിന് വരും. അദ്ദേഹം തന്നെ അനാഥ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി വിവാഹങ്ങൾ, ഭർത്താവ് മരിച്ച പല ആളുകളെയും വിവാഹം കഴിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണല്ലോ. പക്ഷെ ഒരു നേതാവിനെ സംബന്ധിച്ച്, ഒരു രാജാവിനെ സംബന്ധിച്ച് എത്ര അനാഥ മക്കളെ ഇങ്ങനെ ഉമ്മമാരെ വിവാഹം കഴിച്ച് സംരക്ഷിക്കാൻ കഴിയും? അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. 9, 10, 11, 12 എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യന് സാധ്യമാകുന്ന അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കുറ്റം പറയാൻ പാടില്ല. അതേസമയത്ത് അനാഥമാക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം അങ്ങനെയല്ല. ഓരോ തരത്തിൽ യുദ്ധത്തിന് പോകും, കൊള്ളകൾക്ക് പോകും, അക്രമത്തിന് പറഞ്ഞു വിടുന്നു. അപ്പൊ ഇതൊക്കെ സ്വർഗത്തിൽ അത് കിട്ടും ഇത് കിട്ടും എന്ന ഓഫറും പേടിച്ച്, അല്ലെങ്കിൽ യുദ്ധം ഓഫറും കൊതിച്ച് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വിഭവങ്ങളും മോഹിച്ച് ഈ ആണുങ്ങളൊക്കെ വീട് വിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനും വെട്ടാനും ചാവാനും പോകുമ്പോൾ അനാഥമാകപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും ഒരു നാട്ടിലുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ അതിന്റെ ഉത്തരവാദിയായിട്ടുള്ള ആള്, ഇതിന് നേതൃത്വം കൊടുക്കുന്നയാള്, ഇങ്ങനെ അനാഥത്വത്തിലേക്ക് ഒരു കുടുംബത്തെ തള്ളിവിടാൻ, അവിടുത്തെ ആണുങ്ങളെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി യുദ്ധകളത്തിലേക്ക് പറഞ്ഞയക്കുന്ന, കൊള്ളയ്ക്ക് പറഞ്ഞയക്കുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ച ആളുകളുടെ കുട്ടികളെ സംരക്ഷിക്കണം എന്ന് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ കഴിയില്ല. ഇതൊക്കെ വളരെ സാമാന്യമായിട്ടുള്ള, വളരെ കോമൺ സെൻസിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അനാഥകളെ സംരക്ഷിക്കണം എന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അനാഥയെ സംരക്ഷിക്കുന്നവരും ഞാനും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. മുഹമ്മദ് നബിക്ക് ഞാനും സ്വർഗത്തിൽ അയാളും ഇങ്ങനെയാണെന്ന് പറയുന്നത് പുത്തിരിയൊന്നുമല്ല. ഉഹദ് യുദ്ധത്തിൽ ഏകദേശം കയ്യിൽ നിന്ന് പോകും എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മനുഷ്യ കവചം തീർക്കുന്ന മുഹമ്മദ് പറയുന്നുണ്ട്. ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നവർ സ്വർഗത്തിലായിരിക്കും, ഞാനും സ്വർഗത്തിലും അവരും ഇങ്ങനെയായിരിക്കും, കൂട്ടുകാരായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുഹമ്മദിന് ആ സമയത്ത് ആളുകൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം, തന്റെ കൂടെയുള്ള ആളുകൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം അത്രയും അത്യാവശ്യമാണെങ്കിൽ സ്വർഗത്തിൽ ഞാനും അവനും ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് മുഹമ്മദിന്റെ ഒരു സ്ഥിരം രീതിയാണ്. അത് ഈ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. അനാഥകളെ സംരക്ഷിക്കണം എന്ന് ഒരു പ്രദേശത്തിന്റെ നേതാവോ, ഒരു ഗോത്രത്തിന്റെ നേതാവോ, ഒരു ഗ്യാങ് ലീഡറോ പറയുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു അതിശയോക്തിയും ഇല്ല, അതിനകത്ത് വലിയ അത്ഭുതമൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അനാഥകളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ മുഹമ്മദ് നബി, അല്ലെങ്കിൽ ആ മുഹമ്മദ് നബിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിൽ അനാഥത്വത്തിൽ നിന്നുള്ള മോചനം എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന ദത്ത് സമ്പ്രദായം നിരോധിച്ചത് എങ്ങനെ എന്നൊരു ചോദ്യം വീണ്ടും അവിടെ പ്രസക്തമാണ്. അവരെ സ്വന്തം മകനെ പോലെ സ്വീകരിക്കുന്നതിന് ഇസ്ലാം എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതെന്താണ്? അനാഥരെ മകനെ പോലെ സംരക്ഷിക്കാം, മകനെ പോലെ കരുതാം, അതിന് എതിരൊന്നുമല്ല. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെന്നാണ്. എന്താണ് പ്രശ്നം? മക്കളെ, അനാഥ മക്കളെ, ആരോരുമില്ലാത്തവരെ സ്വന്തം മക്കളെ പോലെ പരിഗണിച്ച് സ്വന്തം മക്കളായി വളർത്തി ഒരു വിവേചനവും ഇല്ലാതെ അവരെ സമൂഹത്തിൽ സ്വന്തം മക്കളായി അറിയപ്പെടുകയും അവരങ്ങനെ തുടർന്ന് ജീവിക്കുകയും ചെയ്യുന്നതിൽ എന്തോ വലിയ പ്രശ്നം ഇസ്ലാമിൽ പിന്നീട് മുഹമ്മദ് കണ്ടെത്തിയിട്ടുണ്ട്. മുഹമ്മദിന്റെ ജീവിതത്തിൽ, മുഹമ്മദിന്റെ നല്ല കാലത്ത്, ഖദീജയുടെ ഭർത്താവായി ജീവിതം തുടങ്ങുന്ന സമയത്ത് മുഹമ്മദിന് കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രശ്നം
അതിനകത്ത് പിന്നീട് മുഹമ്മദ് കണ്ടെത്തുന്നുണ്ട്. മുഹമ്മദ് അല്ല, വാസ്തവത്തിൽ അള്ളാഹ് കണ്ടെത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് കേൾക്കാം. അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ അനാഥകളുടെ അവകാശത്തെ അനുവദിച്ചുകൊണ്ടാകണം അനാഥകളെ സംരക്ഷിക്കുന്നത്. എനിക്ക് ഭക്ഷണം ലഭിക്കുന്നു, എനിക്ക് പാർപ്പിടമുണ്ട്, പക്ഷെ എന്റെ മാതാപിതാക്കൾ ആരാണ് എന്നറിയുവാനുള്ള എന്റെ അവകാശത്തെ തടഞ്ഞു വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മനുഷ്യാവകാശ ദംശനമാണ് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ. ഭയങ്കര സംഭവം തന്നെ സാഹിബേ, വലിയ സംഭവം തന്നെ. വളരെ ചെറിയ പ്രായത്തിൽ അനാഥമാക്കപ്പെടുന്ന ബാല്യങ്ങൾ, അവര് ദത്തെടുക്കുന്ന വീട്ടിൽ ഇത് ദത്തെടുത്ത കുട്ടിയാണ്, അല്ലെങ്കിൽ ഇത് അനാഥ കുട്ടിയാണ്, യത്തീം കുട്ടിയാണ് എന്ന് പറഞ്ഞും ഈ യത്തീം കുട്ടിയുടെ വാപ്പ ഇന്നോരാണ് എന്ന് ചുമരിൽ പേരെഴുതി തൂക്കിയിട്ടും വളർത്തലാണ് ആ യത്തീം കുട്ടിക്ക് കിട്ടേണ്ടുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്ന താങ്കളുടെ സാമൂഹ്യ ബോധം ഉണ്ടല്ലോ, രക്ഷയില്ലാട്ടോ. ഒരു കുഞ്ഞു കുട്ടിയെ എടുത്തു വളർത്തുന്നയാളെ സംബന്ധിച്ച് അത് തങ്ങളുടെ കുട്ടിയല്ല എന്ന് തങ്ങൾക്കും വളർന്നു വരുന്ന ഈ കുട്ടിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത് എന്ത് തരം ലോജിക്കാണ്? എടുത്തു വളർത്തുന്ന മാതാവും പിതാവും സ്വന്തം മാതാവും പിതാവുമായിട്ട് തന്നെയല്ലേ ആ കുട്ടിയെ സംബന്ധിച്ച് ഫീൽ ചെയ്യുള്ളൂ? എന്ത് വ്യത്യാസമാണ് ആ കുട്ടിക്ക് മനസ്സിലാവുക? അപ്പൊ എന്താണ് ഇദ്ദേഹം ഇത് പറയുന്നതിന്റെ യുക്തി? കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ഇതിനകത്ത് വലിയൊരു കഥയുണ്ട് ഇതിന്റെ പിന്നില്. എന്റെ മാതാപിതാക്കൾ, എന്റെ ബയോളജിക്കൽ ഫാദർ ആൻഡ് ബയോളജിക്കൽ മദർ, അതാരാണ് എന്ന് അറിയാനുള്ള അവകാശം, എന്റെ പേരറിയാനുള്ള അവകാശം അടിസ്ഥാനപരമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം, നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾ കുട്ടികളെ വളർത്തിക്കോളൂ, പക്ഷേ അവർക്ക് അവരുടെ പേരുകളെ കുറിച്ച് അറിയാനുള്ള അവകാശം ഉണ്ടാകണം, അവരാരാണെന്ന് അറിയണം. എന്താണ് സാഹിബേ കുട്ടികളുടെ രക്ഷകർത്തൃത്വം അല്ലെങ്കിൽ അവരുടെ ബയോളജിക്കൽ ഫാദർ മദർ ആരാണ് എന്നറിയാന് അതിനൊക്കെ നല്ല നിലവിൽ സംവിധാനങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളിൽ സംവിധാനമുണ്ട്. നമ്മുടെ നാട്ടിൽ ദത്തെടുക്കുന്ന കുട്ടികൾക്ക് അവരുടെ ബയോളജിക്കൽ ഫാദർ ആൻഡ് മദർ ആരാണെന്ന് അറിയുന്ന കുട്ടികളും ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികൾക്ക് അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതല്ലാത്ത തരത്തിൽ ദത്തെടുക്കുന്ന കുട്ടികൾക്ക്, ഇപ്പം മാതാവും പിതാവും അപകടത്തിൽ മരണപ്പെടുകയോ വേറെന്തെങ്കിലും കാരണം കൊണ്ട് കുട്ടികൾ അനാഥമാക്കപ്പെടുകയോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഒരു തരത്തിലും ഈ കുട്ടികളെ വളർത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയോ അതിനൊക്കെ അടിസ്ഥാനത്തിൽ ദത്ത് നൽകപ്പെടുകയാണെങ്കിൽ അത്തരം കുട്ടികളുടെ ബയോളജിക്കൽ മാതാവിനെയും പിതാവിനെയും അറിയാനുള്ള സംവിധാനമൊക്കെ ഇന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടാവണം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ദത്ത് നിരോധിച്ചത്? ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് അത് ഈ കുട്ടിയെ അറിയിക്കുന്നതും ഈ കുട്ടിയെ യത്തീം കുട്ടിയാണെന്നും എടുത്തു വളർത്തുന്ന പിതാവിന്റെയും മാതാവിന്റെയും കുട്ടിയല്ല എന്ന് ആ കുട്ടിയെ പറഞ്ഞ് ഇത് ദത്തെടുത്ത കുട്ടിയാണ്. നമ്മൾ ചെറിയ കുട്ടികളെ പറയില്ലേ, നിങ്ങൾ തവിട് കൊടുത്ത് മേടിച്ച കുട്ടിയാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് തമ്മിൽ ഒരു വിവേചനം തോന്നുമ്പോൾ ശരിക്കും നിങ്ങൾ എന്നെ എവിടെയെങ്കിലും എടുത്തു വളർത്തിയതാണോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിൽ അതിനകത്ത് കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. സ്വന്തം മക്കളായിട്ട് എടുത്തു വളർത്തുന്ന മാതാപിതാക്കൾ സ്വന്തം മക്കളെ പോലെ അവരെ കാണുന്നതിലും ആ കുട്ടികൾ ഈ മാതാവിനെയും പിതാവിനെയും സ്വന്തം മാതാപിതാക്കളായിട്ട് കാണുന്നതിലും ആർക്ക് എന്ത് അസ്ക്യത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇതറിയണം എന്നൊരു കുട്ടിക്ക് ആവശ്യം വന്നാൽ ആ കുട്ടിക്ക് അത് അറിയാനുള്ള സംവിധാനം ഒരുക്കിയാൽ പോരെ? അതിനെന്തിനാ ദത്ത് നിരോധിക്കുന്നത്? സുഹൃത്തെ, സഹോദര, മനസ്സിലായില്ല. നിങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കൂ. നിങ്ങൾ സംരക്ഷിച്ചോളൂ, സംരക്ഷണത്തിന് ഇസ്ലാം എതിരല്ല. പക്ഷെ നിങ്ങൾ മക്കളായി കാണുമ്പോൾ സംഭവിക്കുക, അവരുടെ യഥാർത്ഥത്തിലുള്ള പിതാവ് അവർ ചിലപ്പോ പട്ടിണി കൊണ്ട് നിങ്ങൾക്ക് നൽകിയതായിരിക്കാം. പക്ഷേ ആ പട്ടിണി ഒരിക്കലും തന്നെ സ്വന്തം മകനെ എന്നുള്ള നിലക്കുള്ള ബന്ധം വേർപെടുത്തുന്നതിന് നിമിത്തമായി കൂടാ. മകൻ എന്നുള്ള നിലക്കുള്ള ബന്ധം അവിടെ നിലനിൽക്കണം, അവരെ സംരക്ഷിക്കാം. അതല്ലെങ്കിൽ എന്താണ് ഈ അടിസ്ഥാനപരമായ അവകാശത്തിന്റെ നിഷേധമാകും. അപ്പൊ ഒന്നാമത്തെ സാഹചര്യം അദ്ദേഹം പറഞ്ഞു പൂർത്തീകരിച്ചു. വാപ്പ മകൻ എന്ന് പറയുന്ന ആ ബന്ധം ദത്തെടുക്കലിലൂടെ ഇല്ലാതാകും എന്ന ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്ലാം ദത്തവകാശം നിരോധിച്ചത്. എന്ന് മാത്രമല്ല, അതിനെ തുടർന്നുണ്ടാകാവുന്ന ഈ സ്വത്തവകാശം ഉണ്ടല്ലോ, അനന്തര സ്വത്ത്, അതിന്റെ ഒരു ചെറിയ പ്രശ്നം കൂടി ഇതിനകത്തുണ്ട് എന്നാണ് അക്ബർ സാഹിബ് പറയാൻ ശ്രമിക്കുന്നത്. അടുത്തായിട്ട് അതുകൂടി കേൾക്കാം. മാത്രമല്ല, ദത്തെടുക്കൽ നിയമപ്രകാരം, ഇന്ത്യയിലെ ദത്ത് നിയമപ്രകാരം എന്താ, സ്വന്തം മാതാപിതാക്കളുടെ സ്വത്തിൽ ഈ കുട്ടിക്ക് അവകാശമില്ല, കുട്ടിയുടെ സ്വത്തിൽ സ്വന്തം മാതാപിതാക്കൾക്കും അവകാശമില്ല. അതെങ്ങനെയാണ്? എന്റെ സ്വത്തിൽ എന്റെ ബയോളജിക്കൽ മാതാപിതാക്കൾക്ക് അവകാശമില്ല എന്ന് തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാ. എനിക്ക് പ്രായമാകുന്നതിന് മുൻപ് ഏതോ ആളുകൾ വന്നിട്ട് എന്നെ ഏറ്റെടുത്തത് കൊണ്ട് ഞാൻ വലുതായി, ഞാൻ വലിയ പണക്കാരനായി, ഞാൻ കോടീശ്വരനായി, ഈ സമയത്ത് എന്റെ സ്വത്തിൽ എന്റെ മാതാപിതാക്കൾ കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആരാ? ഇവരുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറുപ്പത്തിൽ അതെങ്ങനെയാണ് എന്റെ സമ്മതമില്ലാതെ തീരുമാനം വരിക? ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. എന്താണ്? ഈ ദത്തെടുത്ത കുട്ടി വളർന്നു വലുതായി, വലിയ സമ്പത്തുണ്ടായി, കോടീശ്വരനായി. അപ്പൊ ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾക്ക് സ്വത്ത് കിട്ടൂല എന്നുള്ളതാണ്. ഇതേപോലെ തിരിച്ചും മക്കളെ വളർത്താൻ സാഹചര്യം ഇല്ലാത്തൊരു കാലത്ത് കുട്ടിയെ ദത്ത് കൊടുക്കേണ്ടി വന്നു. പിന്നീട് ഇദ്ദേഹം വലിയ പൈസക്കാരനായി. അപ്പൊ ആ മകനെ എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞാൽ കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ ഈ സ്വത്ത് മകന് കൊടുക്കാൻ കഴിയില്ല, അതേപോലെ തന്നെ ഈ മകനെ തിരിച്ചു കിട്ടാനും കഴിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ദത്ത് നിരോധിച്ചു എന്നാണ് രണ്ടാമത്തെ ന്യായം. എന്റെ സമ്മതമില്ലാതെ ആ തീരുമാനം, എന്റെ ബയോളജിക്കൽ മാതാപിതാക്കൾക്ക് എന്റെ സ്വത്തിൽ അവകാശം ഉണ്ടായേ പറ്റൂ. എന്റെ സ്വത്തിൽ നിന്ന് എനിക്ക് ഇവർക്ക് കൊടുക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. പക്ഷെ അവകാശം എന്നത് അവകാശമാണ് കൊടുക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയാണല്ലോ ഈ പറയുന്നത് എന്നൊക്കെ ഒരു ചെറിയ തോന്നലുണ്ടാവുമെങ്കിലും വാസ്തവത്തിൽ അനന്തരമെടുക്കുന്ന ഈ ഒരു സാഹചര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. കുട്ടികൾ ദത്ത് പോകുന്ന സാഹചര്യം, ആ ദത്തെടുക്കപ്പെടുന്ന കുട്ടി
അല്ലെങ്കിൽ സ്വന്തം മക്കളെ ദത്ത് കൊടുക്കേണ്ടി വരുന്ന രക്ഷിതാക്കളുടെ അവസ്ഥ, അവർക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഈ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, ഇതിനെയൊക്കെ പരിഗണിച്ചിട്ടാണോ ഒരു ചെറിയ കുട്ടിയുടെ ബാല്യം, ആ കുട്ടിയുടെ വളർച്ച, ആ കുട്ടിയുടെ കൗമാരം, യൗവനം, ഇതിനെ ബാധിക്കുന്ന ഈ ദത്ത് പോലെയുള്ള സംരക്ഷണ രീതികൾ പരിഗണിക്കേണ്ടത്? ഇപ്പൊ നമ്മുടെ നാട്ടില് ദത്തെടുക്കുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ ആരാണ് എന്ന് ഇവരറിയാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതിലെന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ പരിഗണിക്കുകയോ പരിഹരിക്കുകയോ മാറ്റിത്തിരുത്തലുകൾ വരുത്തുകയൊക്കെ ചെയ്യാം. അതിനുള്ള പരിഹാരം ദത്ത് നിരോധനം എന്ന ഒരു മാർഗമല്ലല്ലോ. അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഈ 2-3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ നിലനിൽക്കുന്ന ഈ ദത്ത് നിയമം ഇസ്ലാം നിരോധിച്ചു എന്നാണ്. അത് കേട്ടോളി. അതേപോലെ തന്നെ തിരിച്ചും ഒരു പട്ടിണിയുടെ സന്ദർഭത്തിൽ മക്കളെ കൊടുത്തുപോയി, പക്ഷെ പിന്നീട് മറ്റ് മാർഗങ്ങളിലൂടെ അയാൾ വലുതായി, ഉഷാറായി, സാമ്പത്തികമായി ഉഷാറായി. ആ സമയത്ത് അവർക്ക് തോന്നുന്നു, സ്വന്തം മാതാവിന് പ്രസവിച്ച മാതാവിന് തോന്നുന്നു, ഞാൻ പെറ്റു വളർത്തി എന്റെ കുട്ടി, ആ കുട്ടി എനിക്ക് തിരിച്ചു വേണം, കൊടുക്കാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റൂല എന്തെങ്കിലും നിയമപ്രകാരം ഇസ്ലാം പറയുന്നു പാടില്ല. ആ സമയത്ത് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ബന്ധമേ പാടുള്ളൂ. ഇതാണ് ഇസ്ലാം ദത്ത് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാര്യത്തെ എതിർക്കാൻ കാരണം. അപ്പൊ ദത്ത് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാര്യത്തെയാണ് 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി എതിർത്തത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇന്ത്യൻ ദത്ത് നിയമത്തിൽ എന്തെങ്കിലും പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, മാനവികമായ മൂല്യങ്ങൾക്ക് നിരക്കാത്ത, മനുഷ്യാവകാശങ്ങൾക്ക് നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള പരിഹാരം എന്ന നിലയ്ക്ക് 7-ാം നൂറ്റാണ്ടിൽ തന്നെ ദത്തവകാശം നിരോധിച്ച മതമാണ് ഇസ്ലാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിന് പകരം ഇസ്ലാമിൽ നിങ്ങൾ അനാഥനെ സംരക്ഷിച്ചോളി, ഒരു കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ 2 കാരണങ്ങളാണ്. ഒന്ന്, യഥാർത്ഥത്തിലുള്ള ബയോളജിക്കൽ മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാതെ പോകും, അവരുടെ അനന്തരാവകാശം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നതിൽ പ്രയാസമുണ്ടാകും. ഇതൊക്കെയാണ് ദത്ത് നിരോധിക്കാൻ, ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ദത്ത് നിയമത്തെ ഇസ്ലാം 7-ാം നൂറ്റാണ്ടിൽ നിരോധിക്കാനുള്ള കാരണം എന്നാണ് മുസ്ലിം സഹോദരിയുടെ ചോദ്യത്തിന് അക്ബർ സാഹിബിന്റെ മറുപടി. ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു കുട്ടിയെ വളർത്താം, അനാഥകളെ പൂർണ്ണമായും സംരക്ഷിക്കാം, അവർക്ക് മക്കളെ പോലെ തന്നെയുള്ള പരിഗണനകൾ നൽകാം, പക്ഷേ അവരുടെ അടിസ്ഥാന അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ വേണേലും നിങ്ങൾക്ക് വളർത്താം, എടുക്കാം, എന്തു വേണേ ചെയ്യാം. പക്ഷെ അവരുടെ അടിസ്ഥാന അവകാശം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ 2 അവകാശങ്ങൾ. ഒരു വാദത്തിന് വേണ്ടി ഇതൊക്കെ ഒരു പ്രശ്നമാണ്, ഇത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, ഇതിന് സൊല്യൂഷൻ വേണം എന്നാണ് ഒരു വാദം എന്ന് വിചാരിക്കാം. അതിനുള്ള പരിഹാരം ദത്ത് നിയമം നിരോധിക്കലാണോ, ദത്തവകാശം നിരോധിക്കലാണോ? ഒരാളെ ദത്തെടുക്കുന്നതും സ്വന്തം മക്കളെ പോലെ വളർത്തുന്നതും അവർക്ക് അനന്തരാവകാശം നൽകുന്നതും നിരോധിക്കലാണോ അതിനുള്ള മാർഗം എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇസ്ലാമിൽ ദത്തവകാശം നിരോധിക്കാൻ അല്ലെങ്കിൽ ദത്ത് നിയമം ഇല്ലാതാക്കാനുള്ള കാരണം ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണോ? ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് ഇസ്ലാമിൽ ദത്ത് നിരോധിച്ചു? ഇതാണ് ചോദ്യം സഹോദരിയുടെ. ഇദ്ദേഹം പറയുന്നത് ദത്ത് നിരോധിച്ചതിലെ ന്യായങ്ങളാണ്, അതിന്റെ കാരണമല്ല അദ്ദേഹം പറഞ്ഞത്. ഇനി എന്താണ്, ഏത് സാഹചര്യത്തിലാണ് ഇസ്ലാമിൽ ദത്തവകാശം ഇല്ലാതായത്? ദത്ത് സമ്പ്രദായം ഇസ്ലാം നിരോധിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്, എന്തിനു വേണ്ടിയാണ്? ഇത് ഖുർആനിനെ മാത്രം മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അക്ബർ സാഹിബ് പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. ദത്തവകാശം അല്ലെങ്കിൽ ദത്ത് നിരോധനം നടക്കുന്നത് ഉഹദ് യുദ്ധത്തിന്റെ ശേഷമാണ് എന്നാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് തഫീമുൽ ഖുർആനിൽ ഈ പറയപ്പെടുന്ന സൂറത്ത് അഹ്സാബിലാണ് ഈ വിഷയങ്ങളെ കുറിച്ചുള്ള ആയത്തുകളൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ ആമുഖം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വായിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാം. മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ കാലത്ത് ഇസ്ലാം മദീനയിലേക്കൊക്കെ എത്തി ഒരു 2-3 വർഷമൊക്കെ നടക്കുന്ന സമയത്ത്, അതായത് ഉഹദൊക്കെ കഴിഞ്ഞ സമയത്ത് പലതരത്തിലുള്ള നിയമങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ, സംസ്കരണ പ്രക്രിയകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും ആ കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ആ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം, ഒരു ദുരാചാരം, ഒരു ശരിയല്ലാത്ത പ്രവണത, അത് അവസാനിപ്പിക്കുന്നതായിട്ടാണ് ഇതിൽ ഈ വിഷയങ്ങൾ പറയുന്നത്. അതിൽ പറയുന്നത് ഇക്കൂട്ടത്തിൽ സംസ്കരണം ആവശ്യമുള്ള സുപ്രധാനമായ ഒരു പ്രശ്നമായിരുന്നു അന്യരുടെ മക്കളെ ദത്തെടുക്കൽ. അറബികൾ ദത്തുപുത്രന്മാരെ ഔരസപുത്രന്മാരെ പോലെയാണ് കരുതിയിരുന്നത്. അവർക്ക് ദായധനാവകാശം ലഭിച്ചിരുന്നു. നേർപുത്രനോടും സഹോദരനോടുമുള്ള പോലെയാണ് ദത്തുപിതാവിന്റെയും ഭാര്യയുടെയും പെൺമക്കൾ അയാളോട് പെരുമാറിയിരുന്നത്. ദത്തുപിതാവിന്റെ പെൺമക്കളെയും അയാളുടെ മരണാനന്തരം ഭാര്യയെയും ദത്തുപുത്രന് വിവാഹം ചെയ്യുന്നത് നേർ സഹോദരിമാരെയും മാതാവിനെയും വിവാഹം ചെയ്യുന്നത് പോലെ നികൃഷ്ടമായി ഗണിക്കപ്പെട്ടിരുന്നു. ദത്തുപുത്രന് വിവാഹമോചനം ചെയ്യുകയോ അയാൾ മരിച്ച ശേഷം വധുവാവുകയോ ചെയ്ത സ്ത്രീയെ ദത്തുപിതാവ് കല്യാണം കഴിക്കുന്നതും ഇപ്രകാരം തന്നെ ആയിരുന്നു. ദത്തുപിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ മരുമകളായി ഗണിക്കപ്പെട്ടു. ഈ സമ്പ്രദായം വിവാഹമോചനം, അനന്തരാവകാശം എന്നിവ സംബന്ധിച്ച് സൂറ അൽ ബഖറയിലും അന്നിസായിലും നിർദ്ദേശിക്കപ്പെട്ട നിയമങ്ങളുമായി അടിക്കടി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. യഥാർത്ഥ അവകാശികളായി നിശ്ചയിക്കപ്പെട്ടവർക്ക് ഒട്ടും തന്നെ നൽകാതെ ഒരവകാശവും ഇല്ലാത്തവർക്ക് ദായധന വിഹിതവും നൽകാനും ഈ ആചാരം വഴിയൊരുക്കുന്നുണ്ടായിരുന്നു.
വിവാഹബന്ധം അനുവദനീയമായി നിശ്ചയിക്കപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് നിഷിദ്ധമാക്കാനും അതിന് കഴിഞ്ഞു. സർവോപരി ഇസ്ലാം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ദുരാചാരങ്ങൾ പ്രചരിപ്പിക്കാൻ സഹായകമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ നാട്ടിൽ ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായിട്ട് പരിഗണിക്കുകയും അവർക്ക് പരമ്പരാഗത സ്വത്തിൽ സ്വന്തം മക്കളെപ്പോലെ അവകാശം നൽകുകയും ദത്തെടുത്ത മക്കളോട് മാതാപിതാക്കൾ സഹോദരങ്ങൾ സ്വന്തം സഹോദരങ്ങളോടും മക്കളോടും ഉള്ളതുപോലെ പെരുമാറുകയും അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്, മോശമാണ് എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി അവിടെ മുഹമ്മദിന്റെ കാലത്ത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നും അത് ഇസ്ലാമിലെ ഈ പറയപ്പെടുന്ന പല കുടുംബ വിവാഹ നിയമങ്ങൾക്കും എതിരായിരുന്നു എന്നും ഇസ്ലാം അനുവദിച്ച പല കല്യാണങ്ങളും നടക്കാത്ത ചില പ്രശ്നങ്ങൾ ഇതുമായിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനാചാരം, ഏതനാചാരം? അനാഥ മക്കളെ ദത്തെടുത്ത് സ്വന്തം മക്കളെ പോലെ കാണുന്ന ഈ കൊടിയ അനാചാരം അവസാനിപ്പിക്കാൻ അള്ളാഹ് തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പശ്ചാത്തലം. ഇനി എങ്ങനെയാണ് അള്ളാഹ് തീരുമാനിക്കുക? അപ്പൊ അള്ളാഹ്ക്ക് ആ തീരുമാനം നടപ്പിലാക്കാൻ അള്ളാഹ് അവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആരാണ്? മുഹമ്മദ് നബിയാണ്. അള്ളാഹ് നിയോഗിച്ച ആള് മുഹമ്മദ് നബിയാണ്. എന്തൊക്കെയാണ് ഇസ്ലാം അവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം? ദത്തുബന്ധം എത്ര ശുദ്ധവും ശക്തവുമായിരുന്നാലും ശരി, അതുവഴിയുള്ള മാതാവോ സഹോദരിയോ പുത്രിയോ യഥാർത്ഥ മാതാവും സഹോദരിയും പുത്രിയും ആയിത്തീരുന്നില്ല. ഈ കൃത്രിമ ബന്ധത്തിന്റെ ശുദ്ധിയെ അവലംബമാക്കി അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ യഥാർത്ഥ ബന്ധുക്കളെ പോലെ കൂടിക്കലർന്ന് പെരുമാറുന്നത് ദുഷ്ഫലങ്ങൾ ഉളവാക്കാതിരിക്കുകയില്ല. ഇക്കാരണങ്ങളാൽ ദത്തുസന്താനങ്ങളെ സ്വന്തം സന്താനങ്ങളെ പോലെ കണക്കാക്കുന്ന സങ്കല്പത്തെ ഉന്മൂലനം ചെയ്യേണ്ടത് വിവാഹം, വിവാഹമോചനം, വ്യഭിചാര നിരോധനം, അനന്തരാവകാശം തുടങ്ങിയ ഇസ്ലാമിക നിയമങ്ങളുടെ അനിവാര്യ താൽപര്യമായിരുന്നു. പക്ഷേ ഒരു നിയമശാസന എന്ന നിലയിൽ ദത്തുസന്തതികൾ ആരുടെയും യഥാർത്ഥ സന്തതികളാകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവസാനിച്ചു പോകുന്നതായിരുന്നില്ല പരമ്പരാഗതമായി മൂടുറച്ച ഈ സങ്കല്പം. നൂറ്റാണ്ടുകളിലൂടെ രൂഢമൂലമായ ധാരണകളും അനുമാനങ്ങളും കേവലം ഒരു പ്രഖ്യാപനം കൊണ്ട് മാറുകയില്ലല്ലോ. ഈ ബന്ധം യഥാർത്ഥ ബന്ധമല്ല എന്ന് ആളുകൾ തത്വത്തിൽ അംഗീകരിച്ചിരുന്നുവെങ്കിലും ദത്തുമാതാവും പുത്രനും തമ്മിലും ദത്തു സഹോദരനും സഹോദരിയും തമ്മിലും ദത്തുപിതാവും പുത്രിയും തമ്മിലും ദത്തു ശശൂരനും മരുമകളും തമ്മിലും വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് അവർ നികൃഷ്ടമെന്ന് വിധിച്ചു. അതുപോലെ തന്നെ മരുമകൾ അവർക്കിടയിലെ പെരുമാറ്റത്തിലും ഒരു കലവറയും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഈ ആചാരത്തെ പ്രായോഗികമായി തകർക്കേണ്ടത് ആവശ്യമായിരുന്നു. നമുക്ക് മനസ്സിലായല്ലോ അല്ലെ? അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ആചാരം അനുസരിച്ച് വളർത്തി വലുതാക്കിയ ദത്ത് മകളെ വാപ്പാക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. ഒരു ആൺകുട്ടീനെ ദത്തെടുത്ത് വളർത്തിക്കൊണ്ടെന്ന് വലുതാക്കി കഴിഞ്ഞാൽ ഈ വളർത്തിക്കൊണ്ടെന്ന അമ്മക്ക് ഈ ചെറുക്കനെ കല്യാണം കഴിക്കാൻ പറ്റൂല. ദത്തെടുത്ത് വളർത്തിയ ഒരു ആൺകുട്ടിക്ക് ഇവർക്ക് രണ്ടാമതുണ്ടാവുന്ന ഒരു പെൺകുട്ടിനെ കല്യാണം കഴിപ്പിക്കാൻ പറ്റൂല. വല്ലാത്തൊരു ദുരിതാണുള്ളത് അല്ലെ? എന്ന് മാത്രമല്ല, ദത്തെടുത്ത് വളർത്തിയ മകൻ ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച മകളെ സ്വന്തം മകളെ പോലെ മരുമകളെ പോലെ കാണുകയാണ്. മരുമകളെ കല്യാണം കഴിക്കാത്ത ആ കാലത്ത് ആ നാട്ടിൽ, അത്തരമൊരു ദുരാചാരമുള്ള നാട്ടിൽ സ്വന്തം വളർത്തു മകന്റെ ഭാര്യനെ കല്യാണം കഴിക്കണം എന്നൊരു വാപ്പാക്ക് തോന്നിയാൽ അത് വലിയ നികൃഷ്ടമായ ഒരു കാര്യമായിട്ട് അറബികൾ കണ്ടിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരാചാരം അവസാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് തീരുമാനിച്ചു. ദത്ത് നിരോധിക്കാനുള്ള ഘട്ടം ഘട്ടമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇസ്ലാം കടക്കുകയാണ്. അല്ലാതെ അക്ബർ സാഹിബ് പറഞ്ഞ മാതിരി വാപ്പാനെ കിട്ടൂല, അമ്മാനെ കിട്ടൂല, സ്വത്ത് കിട്ടൂല, ഇതൊന്നുമല്ല ഇസ്ലാമിലെ പ്രശ്നം. ഇസ്ലാമിലെ പ്രശ്നം ദത്തെടുത്ത് വളർത്തിയ മകളെ വാപ്പാക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. നിങ്ങൾക്കറിയോ, ഇസ്ലാമിലെ അനാഥ സംരക്ഷണത്തിൽ ഒരു പെൺകുട്ടിയെ ഒരാൾ സംരക്ഷിച്ചു പോരുകയാണ് വിചാരിക്കുക. ആ പെൺകുട്ടിക്ക് വിവാഹപ്രായത്തുമ്പോൾ ഈ സംരക്ഷിച്ചു പോകുന്ന വാപ്പാക്ക് അല്ലെങ്കിൽ വളർത്തു പിതാവിന് ഈ പെൺകുട്ടീനെ കല്യാണം കഴിക്കാം. അതാണ് ഇസ്ലാമിലെ നിയമം. അതിന് അവിടുത്തെ ഉണ്ടായിരുന്ന ആചാരമൊക്കെ തടസ്സമാണ്. അതൊരു വലിയ പ്രശ്നമാണ്. അതിന് പുറമെയാണ് വളർത്തുമകന്റെ ഭാര്യ, ഈ വളർത്തുമകനുമായിട്ട് വിവാഹബന്ധം വിച്ഛേദിക്കപ്പെടുകയോ മരിക്കുകയോ ചെയ്താൽ ആ സ്ത്രീനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. സ്വന്തം മകളെ പോലെ കണ്ടു പരിഗണിച്ചു, കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇതിലും വലിയ അനാചാരം ഉണ്ടോ? അറിയോ? അടിമത്തം നിരോധിക്കണം എന്ന് തോന്നാത്ത പടച്ചോന് ദത്ത് നിരോധിക്കണം എന്ന് തോന്നാനുള്ള കാരണം ഈ വാപ്പാക്ക് മകളെ കെട്ടാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. അല്ലാതെ ഈ ദത്തെടുത്ത മക്കളുടെ യഥാർത്ഥ ബയോളജിക്കൽ പിതാവിനും മാതാവിനും കണ്ടെത്താൻ പ്രയാസം ഉണ്ടാകും, അവർക്കത് മനുഷ്യാവകാശ ധ്വംസനമാകും എന്നതുകൊണ്ടാണോ സാഹിബേ? അല്ലെങ്കിൽ ഈ വളർത്തുമകൻ സമ്പന്നനായി കഴിഞ്ഞാൽ ഈ വളർത്തുമകന്റെ ബയോളജിക്കൽ ഫാദറിനും മദറിനും അതിന്റെ സ്വത്തിൽ അവകാശം കിട്ടൂല എന്ന വേവലാതി കൊണ്ട് പഠിച്ചവനാണോ? അല്ല. വളർത്തുമകന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? ദത്ത് നിരോധിക്കണം. വളർത്തുമകൻ എന്ന പരിപാടി അവസാനിപ്പിക്കണം. അതിനുവേണ്ടി അള്ളാഹ് എന്ത് ചെയ്തു? എപ്പോഴും തന്നെ ഇങ്ങനെ ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു പുതിയ നിയമം കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ വെറുതെ ഒരു ആയത്താണ് ഇറങ്ങിയ തീരുവില്ല എന്നാണ് ഇവിടെ ഈ തഫ്സീറിൽ പറഞ്ഞു വെക്കുന്നത്, തഫീമുൽ ഖുർആനിലാണ് പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, മദ്യനിരോധനം നടത്തിയപ്പം മദീനയുടെ തെരുവുകളിൽ മദ്യപ്പുഴ ഒഴുകി എന്നാണ് ഇവർ എഴുതുക. മനസ്സിലായോ? മദീനയുടെ തെരുവോരങ്ങളിൽ കള്ളിന്റെ പുഴ ഒഴുകി എന്നാണ്. ഒറ്റ വാക്കിൽ മുഹമ്മദ് നബിക്ക് നിരോധിക്കാൻ പറ്റും. വളർത്തുമകൻ സ്വന്തം മക്കളല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ല
മകനെ എന്ന് വിളിച്ചുകൊണ്ട് മകനാകൂല, വാപ്പാന്ന് വിളിച്ചുകൊണ്ട് വാപ്പയാവൂല. നിങ്ങൾ യഥാർത്ഥ വാപ്പാനെ വാപ്പാന്ന് വിളിക്കണം, അല്ലാത്ത വാപ്പാനെ വാപ്പാന്ന് വിളിക്കരുത്. അല്ലാത്ത മക്കളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നൊരു ഖുർആൻ വായത്തിൽ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വിശദീകരിച്ചെഴുതുന്നത് നോക്കൂ. അങ്ങനെ വെറുതെ കേവലമായ ഒരു ആയത്തിറക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെയോ ഈ ആചാരത്തെ പ്രായോഗികമായി തകർക്കേണ്ടത് ആവശ്യമായിരുന്നു. നബി തന്നെ അത് തകർക്കുകയും വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഇതിൽ ഈ പറഞ്ഞ ഏതെങ്കിലും തടസ്സങ്ങൾക്ക് കാരണമാകുന്ന തരത്തിൽ ഒരു കല്യാണം നബിനെ കൊണ്ട് കഴിപ്പിച്ചാൽ മതി, പ്രശ്നം തീരും. മനസ്സിലായ? അപ്പൊ ഏതെങ്കിലും ഒരു വളർത്തുമകൻ, മുഹമ്മദ് നബിക്ക് വല്ല വളർത്തുമക്കൾ ഉണ്ടെങ്കിൽ, ആ വളർത്തുമകൻ ഒരു ഭാര്യയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ആ കല്യാണം കഴിച്ച വളർത്തുമകന്റെ ഭാര്യയെ അന്നത്തെ നാട്ടിലെ അവിടെ ഉണ്ടായിരുന്ന ഒരു ദുരാചാരം പോലെ വളർത്തുമകന്റെ ഭാര്യയെ സ്വന്തം മരുമകളായിട്ടും മകളെ പോലെയൊക്കെ കാണുന്ന ഏർപ്പാട് നബിയെ കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ, തകർക്കാൻ അള്ളാഹ് തീരുമാനിക്കുകയാണ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ. ഇനിയോ ഒരു കാര്യം തിരുമേനി പ്രവർത്തിക്കുകയും അത് അള്ളാഹുവിന്റെ ആജ്ഞയനുസരിച്ചായിരിക്കുകയും ചെയ്താൽ പിന്നെ അത് സംബന്ധിച്ച് മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ അരോചകത്വം അവശേഷിക്കാനിടയില്ല. അപ്പൊ നാട്ടുനടപ്പനുസരിച്ചിട്ട് വളർത്തുമകന്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നത് അയ്യേ എന്ന് പറയുന്ന ഒരു ഏർപ്പാടാണ് നാട്ടിൽ. അങ്ങനെ മുഹമ്മദ് നബീനെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിക്കുകയും അത് അള്ളാഹുവിന്റെ ഒരു ഖുർആൻ വചനത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കുകയും ചെയ്താൽ പിന്നെ വിശ്വാസികൾക്കിടയിൽ കശാപിശ മുറുമുറുപ്പ് ഉണ്ടാവില്ല എന്നാണ് അള്ളാഹ് കണ്ടെത്തിയ സൂത്രം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അള്ളാഹ്ക്ക് മുൻകൂട്ടി അറിയട്ടെ. അള്ളാഹിന്റെ കദറും കലയും ഒക്കെ അറിയാലോ. എവിടെ മുതല്? ഖദീജാനെ മുഹമ്മദ് വിവാഹം കഴിക്കുമ്പോൾ ഖദീജാന്റെ കയ്യിലുള്ള ഒരു അടിമക്കുട്ടി, 15 വയസ്സുള്ള ഒരു അടിമപ്പയ്യനായിട്ട് മുഹമ്മദിന്റെ അടുത്ത് പിന്നെ ആള് വരുന്നതും ആ കഥയുണ്ട്. അത് നമ്മൾ പുറകെ വായിക്കും. എന്തായാലും ഈ ഒരു നിയമം നടപ്പിലാക്കാനുള്ള മുൻദിശയപ്രകാരം കൃത്യമായിട്ട് മുഹമ്മദിന്റെ കയ്യിൽ ഒരു വളർത്തുമകനുണ്ട്. സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിച്ചിരുന്ന, മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്ന് വിളിച്ചിരുന്ന ഒരു വളർത്തുമകനുണ്ട്. ആ വളർത്തുമകൻ ഒരു ഭാര്യയും ഉണ്ട്. അവൻ എന്ത് ചെയ്താൽ മതി? പിന്നെന്താ ചെയ്യാനുള്ളതാകെ? വളർത്തുമകന്റെ ഭാര്യനെ വളർത്തുമകൻ വിവാഹമോചനം ചെയ്യുകയും അന്നാട്ടിൽ അന്ന് നിലവിലില്ലാതിരുന്ന ഒരു സമ്പ്രദായം, സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ മുഹമ്മദ് നബി കല്യാണം കഴിച്ച് സമൂഹത്തിനും ലോകാവസാനം വരേക്കും വരാനിരിക്കുന്ന വളർത്തുപിതാക്കന്മാരുടെ ഈ മരുമകളെ വിവാഹം കഴിക്കുന്നതിനുള്ള പ്രയാസം തീർക്കുന്നതിനും വേണ്ടി മുഹമ്മദ് നബി സ്വന്തം ആത്മാഭിമാനം ത്യജിച്ചുകൊണ്ട് ആ ത്യാഗത്തിന് മുതിരുകയാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഗദ്ഗതം വരുന്നുണ്ടോ? ദത്ത് നിരോധിക്കാൻ അള്ളയും നബിയും പെടുന്ന പെടാപ്പാട് കണ്ടിട്ട് നിങ്ങൾക്ക് സങ്കടാവുന്നില്ല? എനിക്ക് സങ്കടമുണ്ട്. ഈ അടിസ്ഥാനത്തിൽ അഹ്സാബ് യുദ്ധത്തിന് സ്വല്പം മുൻപ് അള്ളാഹു നബിയോട് അവിടുത്തെ ദത്തുപുത്രനായ സയ്യിദ് ബിൻ ഹാരിസിൽ നിന്ന് വിവാഹമുക്തയായ സൈനബിനെ വിവാഹം ചെയ്യാൻ കൽപ്പിച്ചു. മുസ്ലിങ്ങൾ ബനു ഖുറൈളക്കാരെ ഉപരോധിച്ചു കൊണ്ടിരുന്ന കാലത്താണ് തിരുമേനി ഈ ആജ്ഞ നടപ്പിലാക്കിയത്. മുസ്ലിങ്ങളെല്ലാവരും കൂടി ബനു ഖുറൈളയെ ഉപരോധിക്കാണ്, കൂട്ടക്കൊല നടത്താൻ വേണ്ടി അവിടെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മുഹമ്മദ് നബി ഇവിടെ ദത്ത് സമ്പ്രദായം നിർത്തലാക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലായിരുന്നു. ഒരു ഭാഗത്ത് കൂട്ടക്കൊല കാക്കം കൂട്ടുന്ന സഹാബികൾ, മറുഭാഗത്ത് മരുമകളെ വിവാഹം കഴിച്ച് ത്യാഗം സഹിച്ച് ഒരു ദുരാചാരം, എന്താണ് ദത്തു സമ്പ്രദായം എന്നൊരു ദുരാചാരം ആ പ്രദേശത്ത് നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന പ്രവാചകൻ. എന്ത് ദുരിതല്ലേ, എന്ത് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് മുഹമ്മദ് നബി ഇത്തരം സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലാതെ അക്ബർ സാഹിബ് പറയുന്ന പോലെ വാപ്പാരാന്ന് തിരിച്ചറിയാതെയുള്ള കഷ്ടപ്പാടുണ്ടോന്നല്ല. വെറുതെ പറഞ്ഞ് വിശ്വാസികളെ പറ്റിക്കരുത്. ഇതാണ്, ഇത്രയും ത്യാഗം നബി സഹിച്ചിട്ടുണ്ട്. ഈ ഖുർആൻ വചനവും ഇതിന്റെ തഫ്സീറും ഒക്കെ മൂടി വെച്ചിട്ടാണ് അക്ബർ സാഹിബ് സ്വത്തിട്ടൂല, വാപ്പനെ തിരിച്ചറിയൂല എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളായിട്ടുള്ള സഹോദരിമാരെ കബളിപ്പിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്തുകൂടാത്തതാണ്. ഇനിയോ, പിന്നെ സെയ്ദ് കല്യാണം കഴിച്ചിട്ട് സൈനബിന്റെ ഇദ്ദ കഴിയാൻ കാത്തിരുന്നതായിരിക്കാം മിക്കവാറും ഈ പിന്തിക്കലിന്റെ കാരണം എന്നാണ് പ്രബലമായ അഭിപ്രായം. എന്തായാലും സെയ്ദ് കാര്യം തീർത്തിട്ടല്ലേ ഉള്ളൂ, സെയ്ദ് കാര്യം തീർത്തിട്ടല്ലേ ഉള്ളൂ, പിന്നെ ഇദ്ദയും കൂടിയാണ് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് മുഹമ്മദ് നബി പാവം ക്ഷമയോടെ കാത്തിരുന്നു. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ദത്ത് സമ്പ്രദായം നിരോധിക്കുന്നത്. ഇനി ദത്ത് സമ്പ്രദായം നിരോധിക്കുന്നതിനാവശ്യമായ എന്തൊക്കെ സംഭവങ്ങൾ വേണം? വളർത്തുമകൻ വേണം, ഭാര്യ വേണം. ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിലല്ലേ ഇപ്പോൾ നടക്കുള്ളൂ. ഇത് അള്ളാഹുവിന്റെ മുൻനിശ്ചയപ്രകാരം, അള്ളാഹുവിന്റെ മുന്നറിവും മുൻനിശ്ചയപ്രകാരം ഇതിനു വേണ്ട എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും തയ്യാറായിരുന്നു. മുഹമ്മദ് നബിക്ക് ദത്ത് നിരോധിക്കേണ്ട ഘട്ടത്തിൽ നോക്കുമ്പോൾ അപ്പ പിടിച്ചൊരു വളർത്തുമകനെ കണ്ടെത്തി, പിന്നെ അതിനെ കൊണ്ടൊരാൾ കല്യാണം കഴിപ്പിച്ച്, എന്നിട്ട് അവരെ കാര്യം തീർപ്പിച്ച്, എന്നിട്ട് മുഹമ്മദ് നബി അതിനെ കല്യാണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മുഹമ്മദ് നബി ഇസ്ലാം ആകുന്നതിന് മുമ്പ് തന്നെ അതിനൊത്ത ഒരു അടിമയെ മുഹമ്മദ് നബിയുടെ കയ്യിൽ കിട്ടുകയും അതിനെ വളർത്തുമകനായി കൺവേർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇനി ഏതാണ് ആ ഖുർആൻ വചനം? അള്ളാഹ് നബിനോട് പറയുകയും നബി അത് ചെയ്യുകയും ഖുർആൻ വചനം അവതരിച്ചത് അള്ളാഹിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയും ചെയ്താൽ വിശ്വാസികൾക്ക് മുറുമുറുപ്പൊന്നും ഉണ്ടാവില്ല എന്ന ഒരു പ്രതീക്ഷയിൽ അള്ളാഹ് ഇറക്കിക്കൊടുത്ത ഖുർആൻ വചനം അതാണ് സുഹൃത്തുക്കളെ ഈ ആയത്ത്. നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞ സന്ദർഭം ഓർക്കുക. അടുത്ത ഭാഗം ശ്രദ്ധിക്കണേ. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം
നിന്റെ മനസ്സിൽ നീ മറച്ചു വെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നീ പേടിക്കാൻ ഏറ്റവും അർഹതയുള്ളവൻ അള്ളാഹു ആകുന്നു. അങ്ങനെ സെയ്ദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ എന്താ ഇതിന്റെ അർത്ഥം? അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു. ശ്രദ്ധിക്കണം, അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു. തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്രേ അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാണ്. ഇതാണ് ഖുർആൻ വചനം. സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നീ അനുഗ്രഹം ചെയ്തു കൊടുത്ത നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരണം എന്ന് മുഹമ്മദ് സെയ്ദിനോട് പറയുന്ന സന്ദർഭം. ആ സന്ദർഭത്തിന്റെ മറ്റൊരു പ്രത്യേകത മുഹമ്മദ് സെയ്ദിനെ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ്. എന്താണ് അടുത്ത ഭാഗത്ത് പറയും നോക്കൂ. നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുക എന്ന് മുഹമ്മദ് സെയ്ദിനോട് പറയുന്ന സന്ദർഭത്തിൽ വാസ്തവത്തിൽ അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം, നാളെ സൈനബിനെ കല്യാണം കഴിക്കണം മുഹമ്മദേ എന്ന അള്ളാന്റെ തീരുമാനമുണ്ട് എന്ന കാര്യം മുഹമ്മദ് നബിക്ക് അറിയാമായിരുന്നു എന്നും ആ കാര്യം നീ നിന്റെ മനസ്സിൽ മറച്ചു വെക്കുകയും ജനങ്ങളെ പേടിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയണത്. അപ്പം സെയ്ദെ ഇപ്പൊ വീട്ടിൽ തന്നെ പോ, ഇജോളെ കൂടെ തന്നെ നിൽക്ക്, ജല്ലാനെ പേടിക്ക് എന്ന് പറഞ്ഞിട്ട് സൈനബും സെയ്ദും തമ്മിൽ കശാപിശ ഉണ്ടായപ്പോ സെയ്ദിനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അള്ളാഹിന്റെ റസൂലിന്റെ കൽബകത്ത് അള്ള നാളെ ചെയ്തു തരാൻ പോകുന്ന ഈ നിക്കാഹിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്ന്. പൊന്നുമോനെ വളർത്തുമോനെ സെയ്ദെ ജിപ്പ വീട്ടിലേക്ക് പോ, അത് നാളത്തേക്ക് എന്റെ മണവാട്ടിയാണ്, ജിപ്പ തൽക്കാലം പോ, എനിക്കിപ്പോ നാട്ടുകാരെ കുറച്ച് പേടിയുണ്ട് എന്നാണ് മുഹമ്മദിന്റെ മനസ്സിൽ. അള്ള വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം മുഹമ്മദിനെ അറിയാം, പക്ഷെ മുഹമ്മദിനെ നാട്ടുകാരെ പേടിയായിരുന്നു എന്നാണ്. അപ്പൊ അള്ള മുഹമ്മദിനെ സമാധാനിപ്പിച്ചു, ഒന്നും പേടിക്കണ്ട, ജിന്നെ മാത്രം പേടിച്ചാൽ മതി, നാട്ടുകാരെ പേടിക്കരുത് എന്നാണ്. ആലോചിക്കണം, ആരാണ് ആരെയെ പേടിക്കുന്നത്? നാട്ടുകാരെ പേടിക്കുക? മുഹമ്മദ് നബിയോ? ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ സന്ദർഭം ഓർമ്മിപ്പിക്കാം. മുഹമ്മദ് നബി മക്കയില് പ്രചാരണം നടത്തുന്ന കാലം, പ്രബോധനം നടത്തുന്ന കാലം. അപ്പൊ ഇവര് പറയുന്ന വിശ്വാസികൾ ഇപ്പൊ പറയുന്ന ഒരു കഥയുണ്ട്. എന്താ അറിയും? മുഹമ്മദ് നബിന്റെ അടുത്ത് വന്നു, മുഹമ്മദ് അനക്ക് പെണ്ണ് വേണോ? പെണ്ണ് എട്ടിച്ചു തരാം. അനക്ക് അധികാരം വേണോ? അധികാരം തരാം. അനക്ക് സമ്പത്ത് വേണോ? സമ്പത്ത് തരാം എന്ന് പറഞ്ഞു നിന്നപ്പോ 100 ആള് തികച്ച് അണികളില്ലാത്ത കാലത്ത് മുഹമ്മദ് നബി എല്ലാ ശക്തിയും ഉണ്ടായിരുന്ന ഖുറൈശികളോടും അവിടുത്തെ മൊത്തം ഗോത്രങ്ങളോടും എതിരിട്ട് നിന്ന് പറഞ്ഞത്, ഒരു കൈയിൽ സൂര്യനും മറുകൈയിൽ ചന്ദ്രനും വെച്ച് തരാമെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് മക്കക്കാരോട് നെഞ്ചു വിരിച്ചു പറഞ്ഞ ആളാണ് മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിയാണ് ലോകത്തെല്ലാ കാലത്തുള്ള വളർത്തു പിതാക്കന്മാർക്ക് സ്വന്തം മരുമക്കളെ കല്യാണം കഴിക്കേണ്ടുന്നതിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം നടപ്പിലാക്കാൻ പോകുമ്പോൾ അതിൽ ആ നാട്ടിലുണ്ടായിരുന്ന ദത്ത് സമ്പ്രദായം എന്ന വളരെ നീചമായ, സ്വന്തം മക്കളെ പോലെ ദത്തുമക്കളെ പരിഗണിക്കുന്ന ഒരു നീചവും നികൃഷ്ടവുമായ, സ്വന്തം മക്കളെയും വളർത്തു മരുമക്കളെയും കല്യാണം കഴിക്കുന്നത് മോശമാണ് എന്ന് കണ്ടിരുന്ന ഒരു ദുരാചാരത്തെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി അള്ള തീരുമാനിച്ചിട്ട് മുഹമ്മദ് നബി നാട്ടുകാരെ പേടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആ പേടിന്റെ ഊക്ക് എത്രയായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആരാ സൈനബിനെ മുഹമ്മദ് നബിക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കണേ? അങ്ങനെ അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു. ഒരു കല്യാണമല്ല കൂട്ടരെ, ഒരായത്ത് വന്നു എന്നാണ്. സൈനബ അന്നെ പടച്ചോൻ എനിക്ക് കെട്ടിച്ചെന്നു എന്നാണ്. ഇതാണ് നിക്കാഹ്. വളർത്തുമകന്റെ ഭാര്യയായ ഒരു സ്ത്രീയുടെ മുറിയിലേക്ക് കയറി ചെന്നിട്ട് അന്ന അള്ള എനിക്ക് കെട്ടിച്ചെന്നിക്കണു എന്ന് പറയലാണ് നിക്കാഹ്. ചെറിയ കഷ്ടപ്പാടതൊക്കെ എന്തിനാണ് സാഹിബേ നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോരോ ആയത്തും അതിന്റെ പശ്ചാത്തലമൊക്കെ പറയാൻ ഇടയുണ്ടാക്കുന്നത്? ഇനി ഈ ഖുർആൻ വചനങ്ങൾ നോക്ക്. എന്തിനു വേണ്ടിയാണ് ദത്ത് നിരോധിക്കുന്നത് എന്നും വളർത്തുമകന്റെ ഭാര്യയെ കൊണ്ട് മുഹമ്മദ് നബി കല്യാണം കഴിക്കാൻ അള്ളാഹ് അവസരമൊരുക്കിയത് എന്നും ഈ ഖുർആൻ വചനത്തിൽ സ്പെസിഫിക് ആയിട്ട് സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്നും ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികളായിട്ടുള്ള പുരുഷന്മാർക്ക് വാപ്പാർക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മുഹമ്മദിനെ കൊണ്ട് ഈ കടുങ്കൈ അള്ള ചെയ്യിപ്പിച്ചത്. അല്ലാതെ ദത്തുപുത്രന്റെ സ്വത്ത് കിട്ടൂല, വാപ്പ ആരാന്ന് തിരിയൂല എന്ന ന്യായമൊന്നുമല്ല ഖുർആൻ ദത്ത് നിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും ദത്ത് നിരോധനം നടന്നിട്ടില്ല എന്നാണ്. ഇവിടെ ആകെ സംഭവിച്ചെന്താ? വളർത്തുമകന്റെ ഭാര്യനെ മുഹമ്മദ് ഈ കല്യാണം കഴിച്ചോ എന്ന് പറയുന്നു. മുഹമ്മദ് നബി ഭാര്യയെ ആദ്യമൊക്കെ നാട്ടുകാരെ പേടിച്ച് ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു, ഇത് അനക്ക് ഞാൻ പറഞ്ഞു തന്നല്ലേ, സൈനബിനെ കല്യാണം കഴിക്കേണ്ടി വരും, പിന്നെ ഇജ്ജ് എന്തിനാണ് നാട്ടുകാരെ പേടിച്ചത് മൂടി വെക്കുന്നത്, ഇജ്ജിന്നെ മാത്രം പേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. സെയ്ദും തമ്മിൽ വിവാഹമോചനം സംഭവിക്കുന്നു. മുഹമ്മദ് പോയി സൈനബിനെ കല്യാണം കഴിക്കും. ഇവിടെ കുറച്ചുകൂടി വിശദമായിട്ട് എങ്ങനെയാണ് ഈ സൈനബും സെയ്ദും തമ്മിൽ വിവാഹമോചനം നടക്കണമെങ്കിൽ സെയ്ദും സൈനബും തമ്മിൽ വിവാഹം നടക്കണ്ടേ? അപ്പൊ അള്ള ഇതൊക്കെ ഒരുക്കി കൊണ്ടുവരണം. എവിടെ മുതലറിയോ? ഖദീജനെ കല്യാണം കഴിക്കുന്ന ഘട്ടം മുതൽ അള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിനു വേണ്ട പശ്ചാത്തലങ്ങളൊക്കെ ഒരുക്കി കൊണ്ടുവരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹ്ക്ക് ഇതൊക്കെ വരാൻ പോകുന്നതൊക്കെ അറിയാവുന്ന ആളാണ്. ഇനി ഇവിടെ ഇത് സെയ്ദിനെ കുറിച്ചാണെന്നും സെയ്ദ് എന്താണെന്നും സെയ്ദിനോട് അള്ളയും മുഹമ്മദ് നബിയും കാണിച്ച കാരുണ്യം എന്താണെന്നും കൂടി വെറുതെ പറഞ്ഞു പോയാലേ ഇത് മനസ്സിലാവുള്ളൂ. ഈ
3-ാം അധ്യായത്തിലെ 37-ാമത്തെ വചനത്തിന്റെ തഫ്സീറിൽ തഫീമുൽ ഖുർആനിൽ എഴുതി വെച്ച ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിക്കാം. അതിന്റെ പ്രബലമായ ഭാഗമാണിത്. നബി ഖദീജയെ വിവാഹം ചെയ്തപ്പോൾ അവരോടൊപ്പം സെയ്ദും ഉണ്ടായിരുന്നു. സെയ്ദിന്റെ നടപടികളും പെരുമാറ്റവും എല്ലാം തിരുമേനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. തിരുമേനി സെയ്ദിനെ തനിക്ക് വേണമെന്ന് ഖദീജയെ അറിയിച്ചു. അങ്ങനെ ആ ഭാഗ്യവാനായ കുട്ടി ഏതാനും വർഷങ്ങൾക്ക് ശേഷം പ്രവാചകനാകാനിരിക്കുന്ന സൃഷ്ടിശ്രേഷ്ഠനായ വ്യക്തിയുടെ സാന്നിധ്യത്തിലെത്തി. അന്ന് സെയ്ദിന് 15 വയസ്സായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സെയ്ദിന്റെ പിതാവും പിതൃവ്യനും തങ്ങളുടെ പുത്രന് മക്കയിലുണ്ടെന്നറിഞ്ഞു. അവരെ അന്വേഷിച്ച് മക്കയിൽ വന്നു. നബിയുടെ അടുത്തെത്തി തിരുമേനിയോട് അവരോട് അപേക്ഷിച്ചു, അങ്ങേക്ക് നഷ്ടപരിഹാരമായി എന്ത് വേണമെങ്കിലും തരാം, ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് വിട്ടുതരുമാറാകണം. തിരുമേനി പറഞ്ഞു, ഞാൻ കുട്ടിയെ വിളിച്ച് അവന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറയാം. അവൻ നിങ്ങളോടൊപ്പം വരണോ എൻ്റെ കൂടെ കഴിയാനാണോ ഇഷ്ടപ്പെടുന്നത് എന്ന് സ്വയം തീരുമാനിക്കട്ടെ. നിങ്ങളോടൊപ്പം ചേരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്കൊരു നഷ്ടപരിഹാരവും വേണ്ട, ഞാൻ അവനെ വെറുതെ തന്നെ വിട്ടു തന്നേക്കാം എന്ന് മുഹമ്മദ് നബി പറഞ്ഞു. ഇതിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? മകനെ അന്വേഷിച്ച് വന്ന വാപ്പാനോട് മുഹമ്മദ് നബി പറയണത്, മോനെ ഇതെന്റെ വാപ്പിമ്മയാണ്, ഇജ് പൊയ്ക്കൂട്, അതാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കല്ല. ഇനി അപ്പൻ ഉബൂവത്തില്ല, ആയത്തിറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയാനാണെങ്കിൽ നിൽക്കട്ടെ. അള്ളാഹ്ക്ക് സെയ്ദിനെ കൊണ്ട് വേറെയും കാര്യമുണ്ടല്ലോ. കാരണം ഇത് നടപ്പിലാക്കണമെങ്കിൽ സെയ്ദ് അവിടെ വേണമല്ലോ. അങ്ങനെ ഈ കുട്ടീനെ വിളിപ്പിച്ചു. ഇവരെ നിനക്കറിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അറിയും, ഇതെന്റെ പിതാവാണ്, അത് പിതൃവ്യനാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് പോണെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പോകുന്നില്ല, മുഹമ്മദിന്റെ കൂടെ നിൽക്കാനാണ് തീരുമാനം എന്ന് പറഞ്ഞു. ആ സന്തോഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ കാലത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നികൃഷ്ടമെന്ന് നേരത്തെ വായിച്ച ആ ദുരാചാരം മുഹമ്മദ് ചെയ്യുക മാത്രമല്ല, മുഹമ്മദ് സത്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ. തിരുമേനി അപ്പോൾ തന്നെ സെയ്ദിനെ സ്വതന്ത്രനാക്കുകയും ഹറമിലേക്ക് പോയി ഖുറൈശി സഭയിൽ ഇപ്രകാരം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് കഅബയിലേക്ക് കൊണ്ടുപോയി. അന്നത്തെ മുഹമ്മദിന്റെ അമ്പലം കഅബയാണല്ലോ. അവിടെ കൊണ്ടുപോയി ഖുറൈശി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ മുഹമ്മദ് പ്രഖ്യാപിക്കുകയാണ്. എന്താണ്? എല്ലാ ജനങ്ങളും സാക്ഷികളാകുവിൻ, ഇന്നു മുതൽ സെയ്ദന്റെ പുത്രനാകുന്നു ഞാൻ. അവനിൽ നിന്നും അവൻ എന്നിൽ നിന്നും അനന്തരാവകാശം എടുക്കുന്നതാകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അദ്ദേഹത്തെ സെയ്ദ് ബിൻ മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്ന് വിളിച്ചു തുടങ്ങി. ഇതെല്ലാം പ്രവാചക ലബ്ധിക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പം ഇസ്ലാം എന്ന് പറയുന്ന ഈ സംഭവം തലയിൽ കയറുന്നതിന് മുമ്പ് മുഹമ്മദ് ആ പ്രദേശത്തെ ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ഒരു അടിമയായിട്ടുള്ള ഒരു ബാലൻ മാതാപിതാക്കളോടും പോണില്ല, തന്റെ കൂടെ നിൽക്കുക എന്ന് തീരുമാനിച്ചപ്പോൾ ആ സന്തോഷവും വാത്സല്യവും കൊണ്ട് ആ അടിമ ബാലനെ സ്വതന്ത്രനായിട്ട് പ്രഖ്യാപിക്കുകയും സ്വന്തം മകനായിട്ട് പരിഗണിക്കുകയും അത് അന്നത്തെ ദേവാലയത്തിനടുത്ത് പോയി അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയും അനന്തരം പോലും എടുക്കും എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം, എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യണം. അതിനുശേഷമാണല്ലോ ബാക്കി പുലിവാലൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ അവസാനം മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം കിട്ടുന്നു. കുറച്ച് കഴിയുന്നു, ഹിജ്റ പോകുന്നു. ഹിജ്റ പോയി ഒരു 4-ാം വർഷം, ഹിജ്റയ്ക്ക് ശേഷം 4-ാം ആണ്ടിൽ നബി തന്റെ പിതൃ സഹോദരി പുത്രിയായ സൈനബിനെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. സെയ്ദിന് വേണ്ടി തിരുമേനി തന്നെ വിവാഹമൂല്യം നൽകി. വീട്ടാവശ്യങ്ങൾക്കായി കുറെ സാധനങ്ങളും നൽകി. ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത് എന്ത്? നീ ഔദാര്യം ചെയ്തു കൊടുത്തവനും അള്ളാഹ് ഔദാര്യം ചെയ്തു കൊടുത്തവനുമായിട്ടുള്ള ആളോട് നീ പറഞ്ഞ സന്ദർഭം എന്ന് പറയുന്നത്. അങ്ങനെ സെയ്ദ് സൈനബിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഹിജ്റ 4-ാം വർഷം തീരുമാനിക്കുകയും മുഹമ്മദ് തീരുമാനിക്കുകയും സെയ്ദിനെ കൊണ്ട് സൈനബിനെ കല്യാണം കഴിപ്പിക്കണം എന്ന് തീരുമാനം അറിയിക്കുകയൊക്കെ ചെയ്തപ്പോൾ സൈനബും സൈനബിന്റെ ആങ്ങളെയും വീട്ടുകാരും എതിർത്തു. കഷ്ടപ്പാടാലോചിക്കണം. സെയ്ദ് സ്വതന്ത്രനാക്കപ്പെട്ട അടിമയാണ്. സൈനബ് ഉന്നത കുലജാതയാണ്. അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഖുറൈശി ഗോത്രക്കാരിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഉന്നത കുലജാതയായിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു മോചിപ്പിക്കപ്പെട്ട അടിമയെ, ഇപ്പൊ വളർത്തുമകൻ എന്ന പദവിയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ വിവാഹം കഴിക്കുന്നതിനോട് എന്തായാലും സെയ്ദിനെ വിവാഹം കഴിക്കുന്നതിന് സൈനബിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, സൈനബിന്റെ കുടുംബത്തിനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന സംഗതി കുഴയും. കാരണം ദത്ത് നിരോധിക്കണമെങ്കിൽ സൈനബിനെ സെയ്ദിന്റെ ഭാര്യയായി കിട്ടണം. എന്നാലല്ലേ സെയ്ദിന് കല്യാണം മീൻസ് വിവാഹമോചനം നടത്താനും അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് നബിക്ക് കല്യാണം കഴിക്കാനും പറ്റുള്ളൂ. അതിന് ഈ കുട്ടി കല്യാണത്തിന് സമ്മതിക്കില്ലെങ്കിൽ എങ്ങനെ? അപ്പൊ തന്നെ പടച്ചോൻ ഇടപെട്ട് ആയത്തിറക്കി. എന്തറിയോ? കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് വരനെ താല്പര്യമില്ല, ആവശ്യമില്ല, എനിക്കിഷ്ടമില്ല എന്ന് വധുവും വധുവിന്റെ കുടുംബവും പറഞ്ഞപ്പോ അള്ളാഹും റസൂലും കണ്ണുരുട്ടി. 33-36 അള്ളാഹും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല. വല്ലവനും അള്ളാഹും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവന് വ്യക്തമായ നിലയിൽ വഴി പിഴച്ചു പോയിരിക്കുന്നു. അള്ളാഹ് റസൂലും തീരുമാനിച്ചാണ് സെയ്ദ് സൈനബിനെ കല്യാണം കഴിക്കണമെന്ന്. കാരണം അള്ളാഹ്ക്ക് ഇതുകൊണ്ട് വേറെ കാര്യമുണ്ട്. അതിപ്പോ സെയ്ദിനും സൈനബിനും തിരിയില്ല. ഉടനെ അള്ളാഹ് ആയത്തിറക്കുന്നു, നിങ്ങൾക്ക് ഇനി വേറെ ഓപ്ഷൻ ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ തീരുമാനിക്കണം. നിങ്ങൾ ഇത് തയ്യാറല്ലേ? നിങ്ങൾ വഴി പഴച്ചു പോയിരിക്കുന്നു. അള്ളാഹിന്റെ ഭീഷണിക്ക് മുമ്പിൽ സൈനബ് തല കുനിച്ചു കൊടുക്കുന്നു. സൈനബിന്റെ കുടുംബം ആണ്. അങ്ങനെയാണ് കൂട്ടരെ സെയ്ദ് സൈനബിനെ കല്യാണം കഴിക്കുന്നത്. എന്നിട്ടോ
എന്നിട്ടാണ് ഈ കല്യാണം കഴിക്കുന്നതും നേരത്തെ പറഞ്ഞ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുന്നതും. അള്ളാഹ് ആയത്തിറക്കിയിട്ട് ഇജ് എന്തിനാ പേടിക്കുന്നത്, ഇജിന്നെ പേടിച്ചാൽ മതി, ഇജ് സെയ്ദും സൈനബും തമ്മിൽ പ്രശ്നം ഉണ്ടാകും, 2 വർഷത്തിൽ താഴെ മാത്രമാണ് സെയ്ദും സൈനബും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത് എന്നും അതിനിടയിൽ സെയ്ദിനെ ചോദിച്ച് സൈനബിന്റെ വീട്ടിൽ മുഹമ്മദ് ചെല്ലുന്നുണ്ടെന്നും അങ്ങനെ വേറെ കഥകളൊക്കെ ഉണ്ട്. നമ്മളതിനകത്ത് ഗോസിപ്പിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ദത്ത് എന്ന് പറയുന്ന ഏറ്റവും മോശമായിട്ട് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ടിരുന്ന ഈ സമ്പ്രദായത്തെ അള്ളാഹു റസൂലും കൂടി ഒരു വിധത്തിൽ തീരുമാനാക്കിയത്. എന്നിട്ടും പ്രശ്നം തീർന്നില്ല. അള്ളാഹ് ആയത്തിറക്കിയപ്പോൾ വിശ്വാസികൾക്ക് പ്രശ്നമല്ല. മകളെ കല്യാണം കഴിച്ചു എന്നുണ്ട്. മനസ്സിലാക്കണം, ഈ സന്ദർഭത്തിലും വളർത്തുമകന്റെ ഭാര്യയെ കല്യാണം കഴിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ദത്ത് നിരോധനം എന്ന് പറയുന്ന ഘട്ടം അവിടെയുമല്ല വരുന്നത്. ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് നാട്ടുകാരെ പഠിച്ചിരുന്നു. വിശ്വാസികളെ മാത്രമല്ലേ ഖുർആൻ ആയതുകൊണ്ട് നിശബ്ദരാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നാട്ടിലുള്ള ആൾക്കാർ മുറുമുറുക്കാൻ തുടങ്ങി. എന്ത്, മുഹമ്മദ് മകളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും ചെയ്യും, എന്നിട്ട് സ്വന്തം മരുവളെ കല്യാണം കഴിക്കുകയും ചെയ്യും എന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങി എന്നാണ്. ഉടനെ അടുത്ത ആയത്തിറങ്ങി. അപ്പോഴാണ് പറഞ്ഞത് എന്ത്, ഇത് ഞാൻ കല്യാണം കഴിച്ച എന്റെ വളർത്തുമകന്റെ ഭാര്യ എന്നല്ല, മകനെ എന്ന് വിളിച്ചതുകൊണ്ട് മകനൊന്നും ആവൂല, യഥാർത്ഥത്തിൽ പിന്നെ സെയ്ദിന്റെ വാപ്പ ഞാനല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തടിയൂരാനുള്ള ആയത്തിറങ്ങി. അതാണ് 33:4. യാതൊരു മനുഷ്യതാ നിങ്ങളിലേക്ക് പേര് ചേർത്ത് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവന് നിങ്ങളുടെ പുത്രന്മാരായി ആക്കിയിട്ടുമില്ല. അതൊക്കെ നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ വെറുതെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മുഹമ്മദ് നബി കല്യാണം കഴിച്ചത് മുഹമ്മദ് നബിയുടെ മകന്റെ ഭാര്യയെയും അല്ല എന്നാണ് ആയത്ത്. ഈ ആയത്തിറങ്ങിയ സന്ദർഭം ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇത് എം അക്ബർ സാഹിബൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്ന അമാനി മൗലവിയുടെ തഫ്സീറിൽ ഈ ഖുർആൻ സൂക്തത്തിന്റെ പശ്ചാത്തലം വിവരിക്കുന്ന ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ വിവരണം അമാനി മൗലവി. മകന്റെ ഭാര്യയെ വിവാഹം ചെയ്യാൻ പാടില്ലെന്നും മുഹമ്മദ് പറയുന്നു, അവന്റെ മകന്റെ ഭാര്യയെ അവൻ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു എന്ന് ജനസംസാരമായി. ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. എന്താണ്, പോറ്റുമകൾക്ക് യഥാർത്ഥ മക്കളുടെ നിയമം ബാധകമല്ല, അതുകൊണ്ട് മുഹമ്മദ് നബി സെയ്ദിന്റെ ഭാര്യയെ കല്യാണം കഴിച്ച് നിങ്ങൾ വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ആയത്ത്. ഇങ്ങനെയാണ് കൂട്ടരെ ഇസ്ലാമിൽ ദത്തില്ലാതായത്. വളർത്തുമകന്റെ ഭാര്യയെ കല്യാണം കഴിക്കാനും യതീമായിട്ട് പരിരക്ഷിച്ചു പോരുന്ന സ്വന്തം വളർത്തുമകളെ വളർത്തുപിതാവിന് വിവാഹം കഴിക്കുന്നതിനുള്ള തടസ്സം നീക്കാനും ഏതെങ്കിലും ഒരു കുട്ടീനെ, ഒരു അനാഥ കുട്ടിയെ, വളരെ ചെറിയൊരു പെൺകുട്ടിയെ, അനാഥയായിട്ടുള്ള ഒരു കുട്ടിയെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഏതെങ്കിലും പിതാവ് ഏറ്റെടുത്താൽ ആ പിതാവ് ഈ കുട്ടി വളർച്ചയെത്തിയാൽ ഈ കുട്ടിയെ കല്യാണം കഴിക്കാനുള്ള തടസ്സം നീക്കാനാണ് ഈ വൃത്തികേട് ചെയ്തത് എന്നർത്ഥം. എന്നിട്ട് അതിനു മുമ്പുണ്ടായിരുന്ന വളർത്തുമകനെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ആ ഒരു സംസ്കാരത്തെ അത് നീചമെന്നും നികൃഷ്ടമെന്നും ആക്ഷേപിച്ചിട്ട് ഇസ്ലാമിൽ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള ഈ നിയമം ഉണ്ടല്ലോ, എന്ത്, വളർത്തുമകന്റെ ഭാര്യയെ ആവശ്യമെങ്കിലും കല്യാണം തീർത്താൽ വാപ്പാക്ക് കല്യാണം കഴിക്കാം എന്ന നിയമം വളരെ മഹത്തരമായതും ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കൊക്കെ ഏറ്റവും നല്ല മാതൃകയുള്ളതും. ഇക്കാരണം കൊണ്ട് ഈ തരത്തിൽ ആണ് ഇസ്ലാമിൽ ദത്ത് സമ്പ്രദായം നിർത്തലാക്കിയത് എന്ന് ചോദ്യം ചോദിച്ച മുസ്ലിം സഹോദരിക്കും മറ്റു മുസ്ലിം സഹോദരന്മാരുടെയും അറിവിലേക്കായി ഉണർത്തിക്കുന്നു. അത്രമാത്രം പറഞ്ഞിട്ട് ഞാനിന്ന് നിർത്താം.